ഏത് കാര്യം വന്നാലും അദ്ദേഹത്തിൻ്റെ ഉപദേശം വല്ലത് ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് നോക്കിക്കോളൂ. അദ്ദേഹം പല കാര്യങ്ങളെയും ശക്തമായി എതിർക്കാത്ത ഒരാളാണല്ലോ. നമുക്കെല്ലാം കൂടി യോജിച്ച് കേരളത്തിൻ്റെ ആവശ്യത്തിന് ഡൽഹിയിൽ പോകാം, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായ സമരം ഞങ്ങൾ നടത്തില്ല, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായ സമരത്തിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞ നേതാവല്ലേ. ആരായിട്ടായിരുന്നു ഐക്യം? ആരുമായിട്ടായിരിക്കും? നിങ്ങളോടൊപ്പം ഞങ്ങളില്ല, ഞങ്ങൾ പോയി സമരം നടത്തുന്നു എന്ന് പറഞ്ഞാൽ പിന്നെയും മനസ്സിലാക്കാം. നിങ്ങളോടൊപ്പമില്ല, ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരായി സമരം നടത്തുന്നു, അത് പറയുന്നില്ലല്ലോ. അതാണ് ഐക്യം. അതാണ് കോൺഗ്രസും BJP തമ്മിലുള്ള ഐക്യം. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നയത്തിൻ്റെ ഫലമായിട്ട് ദേശീയ രാഷ്ട്രീയത്തിന് തന്നെ ചില തിരിച്ചടികളും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഗൗരവത്തിൽ ആലോചിക്കണം. എന്തിന് കേരളത്തിൽ ഇടതുപക്ഷത്തെ എതിർക്കണം? ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷതക്കും ജനാധിപത്യത്തിനും ഫെഡറൽ സംവിധാനത്തിനും ഇടതുപക്ഷം എതിരാണോ? എന്തിനാണ് ഇടതുപക്ഷത്തെ എതിർക്കുന്നത്? എന്തിനാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ എതിർക്കുന്നത്? ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നൊരു പ്രസ്ഥാനമല്ലേ. ഇവിടെ VD സതീശ് പ്രതിപക്ഷ നേതാവും അതുപോലെ UDF എതിർക്കുന്നത് ഇടതുപക്ഷത്തെയല്ലേ. അവർ കേരളത്തിൽ BJP എതിർക്കുന്നുണ്ടോ? അതാണ് കോൺഗ്രസ് എടുക്കുന്ന നിലപാട്. അതുകൊണ്ട് അവർ തമ്മിലുള്ള അന്തർധാര ഇങ്ങനെ കുറേശ്ശെയായി പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ആ ചോദ്യത്തിന് എൻ്റെ പ്രസക്തി ഇല്ലാത്തതാണ്. ഞാൻ ഈ കണ്ണൂരിൽ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ ആ കാര്യങ്ങൾ അവരുമായിട്ട് ആശയം പങ്കുവെച്ചു. ഞാൻ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടൽ പാർക്ക് എത്ര വലിയ സ്ഥാപനമായിരുന്നു, വിസ്മയ പാർക്ക്, അതുപോലെ തന്നെ വൈദികം, ഹോമിയോ ആശുപത്രികൾ, നമ്മുടെ കാലിത്തിന് നിർമ്മാണ ഫാക്ടറി, എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾ, നെയ്ത്ത് ശാലകൾ. ഞാനിങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എത്രമാത്രം വിവാദം ഉണ്ടാക്കിയത്. ഏതെങ്കിലും കാലത്ത് ഇത്തരം കാര്യങ്ങൾ അനുകൂലിച്ചിട്ടുണ്ടോ? എന്തിനായി കണ്ടൽ പാർക്ക് പൂട്ടിച്ചത്? കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്, ഇവിടുത്തെ MP, സുപ്രീം കോടതി ഒക്കെ ഇടപെട്ടിട്ട് പൂട്ടിച്ചതല്ലേ. ഈ നാടിന് വേണ്ടി കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താനും ചെയ്യുന്നവരെ എതിർക്കാനും പുറപ്പെടുക. അത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് എനിക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുണ്ട്. അതിന് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, നാടിൻ്റെ പൊതു താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ചെയ്യുന്നത്. അതിനനുസരിച്ചുണ്ടാകേണ്ട ഒരു വലിയ ജനകീയ പിന്തുണ ലഭിക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത്തരം സംരംഭങ്ങൾ ഇനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒരു ആക്ഷേപം ഉണ്ടാവില്ലല്ലോ. തുടങ്ങിയതുകൊണ്ടാണല്ലോ ആക്ഷേപം, പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണല്ലോ ആക്ഷേപം. അതുകൊണ്ട് ഇത്തരം സംരംഭങ്ങളിലേക്ക് വിസ്മയ പാർക്ക്, ഇന്ന് കേരളത്തിൽ വാട്ടർ തീം പാർക്ക്, അമ്യൂസ്മെൻറ്റ് പാർക്ക്, ഞാൻ രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി, ഞാനാണ് അതിൻ്റെ 1ാമത്തെ മെമ്പർ. ആ സ്ഥലം, അതിൻ്റെ ബാക്കി എല്ലാ നടപടിക്രമങ്ങളും ഉണ്ടാക്കി അംഗീകരിച്ച് സ്ഥാപിച്ച സ്ഥാപനമാണിത്. ഓരോ സ്ഥാപനം എടുത്തോളൂ. ഇന്ന് ആ കണ്ടൽ പാർക്ക് ഉണ്ടായിരുന്നെങ്കിലോ 10 ഏക്കർ സ്ഥലത്തായിരുന്നത്. ഇന്നിപ്പോൾ ഞാനവിടെ തുടങ്ങാൻ തന്നെ അന്ന് പ്രേരിപ്പിക്കപ്പെട്ടത് മാലിന്യങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് അവിടെ തള്ളും. ആ റോഡിലൂടെ നടന്നു പോകാൻ സാധിക്കില്ല. ആ മാലിന്യ നിക്ഷേപങ്ങൾ ഒഴിവാക്കി ജനങ്ങൾക്ക് സ്വൈര്യമായി വളവട്ടണം പാലത്തിലൂടെ കടന്നു പോകാൻ, ജനങ്ങൾക്ക് വൈകുന്നേരം ഒരു ഉല്ലാസ കേന്ദ്രം, ഒരു വലിയ സ്ഥാപനം, കുറേ ആൾക്ക് ജോലി കിട്ടും തുടങ്ങി എത്രമാത്രം 6 മാസം കൊണ്ട് എത്രമാത്രം മെച്ചപ്പെട്ടിരുന്നു. അത് പൂട്ടിച്ചില്ലേ? പൂട്ടിച്ചവർക്ക് സന്തോഷമായിരിക്കും. അവിടെ സത്യാഗ്രഹം, സമരം എന്തിനു വേണ്ടിയായിരുന്നു? ഇത്തരം അനുഭവങ്ങൾ, ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന്
മാനസികമായി ഇത് ചെയ്യാനുള്ള ആർജവത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പം പുതിയ ഒന്നും തുടങ്ങാത്തത്.